കുറച്ച് മാത്സ് നമുക്കൊന്ന് ചെറിയ റെസ്റ്റ് കൊടുത്തിട്ട് നമുക്കൊരു എന്താ പറയാ മെന്റൽ എബിലിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക് പറയാം, ഒരു കുഞ്ഞു ടോപ്പിക് പറയാം. അവിടെ കുഞ്ഞു ടോപ്പിക് ആണെങ്കിലും പ്രശ്നം എന്താണെന്ന് വെച്ചാലേ ഇത് പലർക്കും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാൾ തന്നെയായിരിക്കും. കാരണം എക്സാം കൂടി ഇരിക്കുമ്പോൾ റിലേഷൻ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ പഠിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഇത് വരച്ചിട്ട് പഠിക്കുന്ന ഒരു മെത്തേഡ് ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഇവിടെ വരച്ചിട്ട് പഠിക്കുന്ന മെത്തേഡ് പറഞ്ഞാലും ഞാൻ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ചിലർക്ക് ഇത് ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ടറിയാം, ചിലർ ഇമാജിൻ ചെയ്തിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് ഇപ്പൊ റിലേഷൻ, ഇപ്പൊ അവരൊരു ആളെ പരിചയം, ഇപ്പൊ ഒരു സഹോദരൻ എന്ന് പറഞ്ഞിട്ടല്ല ബ്രദർ എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ബ്രദറിനെ എടുക്കും. ബ്രദറിന്റെ വൈഫ് എന്ന് പറയുമ്പോൾ അവർ അവരുടെ ബ്രദറിന്റെ വൈഫിനെ എടുത്തിട്ട് ഇങ്ങനെ അവര് തന്നെ അവരുടെ റിലേഷൻസിനെ കണക്ട് ചെയ്തിട്ട് ആൻസറിൽ എത്തുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട മെയിൻ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് റിലേഷനുകൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ പൊതുവേ കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിലും അതിലേക്ക് എന്താണ് വിളിക്കുന്നത്, കാരണം ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും കേരളത്തിലുള്ള ടീമാണല്ലോ. നമ്മളെല്ലാവരും കേരളത്തിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പല ജില്ലകളിലും നമ്മൾ എടുക്കുവാണെങ്കിൽ ഓരോ ജില്ലകളിലും ഓരോ രീതിയിൽ, ഇപ്പൊ നിങ്ങൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ പല ഡിസ്ട്രിക്റ്റിലുള്ളവരായിരിക്കും. നിങ്ങൾ വിളിക്കുന്ന രീതി ആവില്ല വേറൊരു ഡിസ്ട്രിക്റ്റിലുള്ളവർ വിളിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഫോർ എക്സാമ്പിൾ ഫാദറിന്റെ സിസ്റ്ററിനെ പൊതുവെ പല പേരുകൾ വിളിക്കാറുണ്ട്. അമ്മായി എന്ന് ഒരു മോസ്റ്റ് ഓഫ് എന്താ പറയാ കൂടുതൽ ജില്ലകളിലും അമ്മായി എന്നുള്ള ടേമാണ് യൂസ് ചെയ്യുക. ചില സ്ഥലങ്ങളിൽ അപ്പച്ചി എന്നുള്ള ടേം യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ പൊതുവെ ഇംഗ്ലീഷ് നമ്മളെല്ലാവരും ആന്റി എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഓണ്ട് എന്ന് പറഞ്ഞ ടേമിലാണ് യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെ നമുക്കൊരു പ്രശ്നമാണ്. കാരണം നമ്മുടെ ഈ റിലേഷൻസ് എല്ലാം നമ്മളിങ്ങനെ പല രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ട് ഈ റിലേഷൻ അങ്ങനെ വിളിക്കുവോ അങ്ങനെ കുറെ കൺഫ്യൂഷൻ ഒക്കെ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം റിലേഷനുകളെ കുറിച്ചിട്ട് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. അവിടെ ഞാൻ റിലേഷൻ ഒക്കെ മാക്സിമം മലയാളത്തിൽ തന്നെ കൊടുത്തേക്കുന്നത്. ആ റിലേഷൻ പേര് മാത്രം ഞാൻ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. കാരണം മലയാളത്തിൽ പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടെ അത് റിലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ശ്രദ്ധിച്ചോ, ആ സ്ലൈഡിലുണ്ട് നോക്കൂ. അപ്പൊ ആദ്യം കൊടുത്തേക്കുന്നത് എന്താണ്? അച്ഛന്റെയോ അമ്മയുടെയോ പുത്രനും നിങ്ങളുടെ ഇട്ടേണ്ട ആ ബുക്കിലുള്ള അതേ ടേം എടുത്താണ് ഞാൻ വേറെ വിടാമില്ല. അച്ഛന്റെയോ അമ്മയുടെയോ മകൻ, അച്ഛന്റെയോ അമ്മയുടെയോ മകൻ. ഓക്കെ, അച്ഛന്റെയോ അമ്മയുടെയോ മകൻ. അച്ഛന്റെയോ അമ്മയുടെയോ മകനെ നമ്മൾ പൊതുവെ എന്താ വിളിക്കുക? അച്ഛന്റെയോ അമ്മയുടെയോ മകനെ നമ്മൾ എന്താ വിളിക്കുക? എടാ ഇപ്പൊ എന്റെ അച്ഛന്റെ മകൻ അല്ലെ എന്റെ അമ്മയുടെ മകൻ എന്ന് പറഞ്ഞ ആരാ? ഞാൻ തന്നെയല്ലേ? അല്ലേ? എന്റെ അച്ഛന്റെ മകൻ അല്ലെങ്കിൽ എന്റെ അമ്മയുടെ മകൻ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാ. ഇനി അല്ല ഞാൻ തന്നെ അങ്ങനെ പറയുകയാണ് എന്റെ അച്ഛന്റെ അമ്മയുടെ മകൻ എന്ന് ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഉറപ്പായിട്ടത് ഞാനല്ല. അല്ലെ, ഞാൻ ഒരാളെ ഇത് എന്റെ അച്ഛന്റെ മകനാണ്, ഇത് എന്റെ അമ്മയുടെ മകനാണ്, ഞാൻ ഒരാളെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞാൽ അത് ആ കേസ് ഞാനല്ല, എന്നെ കുറിച്ചല്ല പറയുന്നത്. അപ്പൊ അത് ആരെ കുറിച്ചായിരിക്കും? ഉറപ്പായിട്ടും ആരെ കുറിച്ചായിരിക്കൂടാ? നമ്മുടെ ബ്രദറിനെ പറ്റിയായിരിക്കും അല്ലെ? നമ്മുടെ ബ്രദർ അല്ലെങ്കിൽ നമ്മുടെ സഹോദരനെ പറ്റിയിട്ടായിരിക്കും. സെറ്റല്ലേ? നമ്മുടെ ബ്രദറിനെ പറ്റിയായിരിക്കും. അപ്പൊ നമ്മുടെ ഫാദറിന്റെ സണ്ണ് അല്ലെങ്കിൽ നമ്മുടെ മദറിന്റെ സണ്ണ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇപ്പൊ ഞാൻ തന്നെ പറയാണ് എങ്കിൽ അത് ഞാൻ തന്നെ ആയിരിക്കും. അല്ല ഞാനുള്ള പോയിന്റ് ചെയ്ത് നമ്മുടെ ക്വസ്റ്റ്യൻ അങ്ങനെ പറയും, ഒരാളെ പോയിന്റ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു, രാജു ഒരാളോട് പോയിന്റ് ചെയ്തിട്ട് പറഞ്ഞു, ആ പറയുന്ന വ്യക്തിയും അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് സെറ്റ് ആയിക്കോളും. അപ്പൊ ആദ്യം റിലേഷൻ അറിഞ്ഞിരിക്കുക. അപ്പൊ അച്ഛന്റെയോ അമ്മയുടെ മകൻ, ഉറപ്പായിട്ടും ഞാൻ വന്നിട്ട് പറയത്തില്ല എന്റെ അച്ഛന്റെ അമ്മയുടെ മകനാണ് ഞാൻ എന്ന് പറയുമോ? അങ്ങനെ പറയില്ല. നമ്മൾ സിനിമയിലൊക്കെ ഡയലോഗ് കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ എന്റെ അച്ഛന്റെ മകനാണ്, അങ്ങനെയൊന്നും പറയില്ല. പൊതുവെ നമ്മൾ അങ്ങനെ പറയാറുണ്ട്, ഞാൻ എന്റെ അച്ഛന്റെ അമ്മയുടെ മകനാണ്. ഇല്ല, എന്റെ അച്ഛനാണിത്, എന്റെ അമ്മയാണിത്, എത്രയേ പേർ പറയുള്ളൂ. എന്റെ അച്ഛന്റെ അമ്മയുടെ മകനാണിത് എന്ന് നമ്മൾ പറയണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ ബ്രദറിനെ പറ്റിയിട്ടായിരിക്കും. സെറ്റല്ലേ? നമ്മുടെ ബ്രദർ ആയിരിക്കും. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? അച്ഛന്റെയോ അമ്മയുടെയോ മകൾ, അച്ഛന്റെയോ അമ്മയുടെയോ മകൾ. പറ, അച്ഛന്റെ അമ്മയുടെ മകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരായിരിക്കും? അച്ഛന്റെ അമ്മയുടെ മകള് നമുക്ക് ആരായിരിക്കും? അച്ഛന്റെ അമ്മയുടെ മകള് ഉറപ്പായിട്ട് നമ്മുടെ ആരായിരിക്കും? ആ സിസ്റ്റർ ആയിരിക്കും അല്ലെ? അച്ഛന്റെ അമ്മയുടെ മകൾ എന്ന് പറഞ്ഞാൽ, അച്ഛന്റെ അമ്മയുടെ മകൾ എന്ന് പറഞ്ഞാൽ അത് ആരായിരിക്കും? നമ്മുടെ സിസ്റ്റർ ആയിരിക്കും അല്ലെ? നമ്മൾ ഒരാൾ ചൂണ്ടി പറയും ഇതെന്റെ അച്ഛന്റെ മകളാണ്, അല്ല ഇതെന്റെ അമ്മയുടെ മകളാണ് എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് എന്റെ ആരായിരിക്കും? എന്റെ സിസ്റ്റർ ആയിരിക്കും. സെറ്റ് അല്ലേ? അപ്പൊ അച്ഛന്റെയോ അമ്മയുടെയോ സണ്ണ് അല്ലെങ്കിൽ മകൻ എന്ന് പറയുന്നത് എന്റെ ബ്രദറും നമ്മുടെ ബ്രദറും, അതുപോലെ തന്നെ അച്ഛന്റെയോ അമ്മയുടെയോ മകൾ എന്ന് പറയുന്ന ആരായിരിക്കും? എന്റെ സിസ്റ്ററുമായിരിക്കും. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? എടാ മൂന്നാമത്തെ റിലേഷൻ നോക്കിയേ. അച്ഛന്റെയോ അമ്മയുടെയോ ബ്രദർ, അച്ഛന്റെയോ അമ്മയുടെയോ ബ്രദർ. എടാ നമ്മുടെ അച്ഛന്റെ ബ്രദർ ഉണ്ട്. ഇപ്പൊ എന്റെ അച്ഛന് ഒരു ചേട്ടനുണ്ടെന്ന് വിചാരിക്കാം, എന്റെ അച്ഛനൊരു ചേട്ടനുണ്ടെന്ന് വിചാരിക്കാം. ആ ചേട്ടൻ എന്ന് പറഞ്ഞാൽ എന്റെ ആരായിരിക്കും? നമ്മൾ പല പേരിൽ വിളിക്കും. നമ്മൾ എന്താ പറയാ, വല്യച്ഛനെന്ന് വിളിക്കാറുണ്ട്, ചിലർ വല്യച്ഛനെന്ന് വിളിക്കാറുണ്ട്, വല്യപ്പനെന്ന് വിളിക്കാറുണ്ട്, അങ്ങനെ കുറെ പേരുകളൊക്കെ വിളിക്കാറുണ്ട്. അതുപോലെ അച്ഛന്റെ അനിയനെ നമ്മൾ ചിലർ എന്താ വിളിക്കുക, ഇളയച്ചനെന്ന് വിളിക്കാറുണ്ട്. ചില സ്ഥലങ്ങളിലാണ് ചിറ്റരോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് വിളിക്കാറുണ്ട്. അതുപോലെ അത് പിന്നെ അമ്മയുടെ ബ്രദറിനെ പൊതുവെ നമ്മളെല്ലാരും
എന്താ പറയാ മാമൻ എന്നൊരു കൺസെപ്റ്റ് അല്ലെ, മാമൻ എന്ന് വിളിക്കാറുണ്ട്. മാമൻ, എടാ എന്ത് മാമൻ എന്ന് വിളിച്ചാലും ചിറ്റപ്പൻ എന്ന് വിളിച്ചാലും എന്താ പറയാ വല്യച്ഛൻ എന്ന് വിളിച്ചാലും എന്ത് വിളിച്ചാലും അവരെ ഇംഗ്ലീഷിൽ ഒറ്റ പേരെ വിളിക്കുള്ളൂ. ഇംഗ്ലീഷുകാർ ഒറ്റ പേരെ വിളിക്കുള്ളൂ. അതെന്താണ്? അങ്കിൾ എന്ന് വിളിക്കും, അങ്കിൾ എന്ന് വിളിക്കും അല്ലെ. അങ്കിൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലേ, നമുക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് വേർഡാണ് അങ്കിൾ എന്നൊക്കെ ഒരാൾ വിളിച്ച് കേട്ടാൽ നമുക്ക് ഭയങ്കര ഏജ് ആയെന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല അല്ലെ. ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിന്റെ മോൻ നമ്മളെ കയറി ചേട്ടാന്ന് വിളിക്കുന്ന മോശമല്ലേ? നമ്മുടെ സെയിം പ്രായത്തിലുള്ള ഒരു ആള്, അയാളുടെ ഒരു മോൻ ഉണ്ടായി, ആ മോൻ കയറി നമ്മളെ കയറി ചേട്ടാന്നൊക്കെ വിളിക്കാൻ പറ്റുമോ? അവന് ചേട്ടനല്ല, ശരിക്കും ചേട്ടൻ റിലേഷൻ ആണോ? അല്ല, അവൻ നമുക്ക് എന്താ, അവനും നമ്മളെ കയറി എന്ത് വിളിക്കും? അങ്കിൾ എന്ന് വിളിക്കും. ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടെന്ന് വിചാരിക്കും, അവന്റെ കൊച്ചു എന്നെ എന്താ വിളിക്കണേ? അങ്കിൾ എന്നാ വിളിക്കുക. എനിക്ക് പറയാൻ പറ്റുമോ? നീ എന്നെ അങ്കിൾ എന്ന് വിളിക്കരുതെന്ന് പറയാൻ പറ്റുമോ? എടാ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടേ, അവിടെ ഈ പറയുന്ന റിലേഷൻ എന്തേലും വരുന്നുണ്ടോ? അവന്റെ അച്ഛന്റെ സഹോദരനാണോ ഞാൻ? നമ്മൾ പറയുമ്പോൾ എന്റെ സഹോദരനെ പോലെയാണെന്ന് പറഞ്ഞാലും അക്കോർഡിംഗ് ടു ബ്ലഡ് റിലേഷൻ അല്ലെങ്കിൽ ബയോളജിക്കലി അവൻ എന്റെ ആരല്ല, സഹോദരൻ അല്ല, അല്ലേ? അതുപോലെ എന്റെ ഒരു ഫ്രണ്ടിന്റെ മോള് വന്നിട്ട് എന്നെ അങ്കിൾ എന്ന് വിളിച്ചു. അവളും ഇതുപോലെ തന്നെ ബ്ലഡ് റിലേഷനിൽ വരുന്നുണ്ടോ? ഇല്ല. അവിടെയും ഇംഗ്ലീഷുകാർക്ക് എന്താ, അവർക്കെല്ലാം അങ്കിളാണ്, പക്ഷെ നമുക്ക് അവിടെ അങ്കിൾ അല്ല. മനസ്സിലാകുന്നുണ്ടോ? അവിടെ റിലേഷൻ പറയുമ്പോൾ അങ്കിൾ എന്ന് പറയുന്ന നമ്മൾ ഈ പറഞ്ഞ റിലേഷൻ കാറ്റഗറിയിൽ അങ്കിൾ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് അത് വരുന്നില്ല. പക്ഷെ എന്താണ്, ആസ് എ റെസ്പെക്ട് അല്ലെങ്കിൽ ഒരു ബഹുമാനാർത്ഥം നമ്മൾ എന്ത് വിളിക്കുന്നതാണ്? അങ്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ചിലർക്ക് പല കൺഫ്യൂഷനാണ്. അച്ഛന്റെയോ അമ്മയുടെയോ സഹോദരനെയാണ് അങ്കിൾ എന്ന് വിളിക്കുന്നത്. ഞാൻ എന്റെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ അങ്കിൾ എന്നാണല്ലോ വിളിക്കുന്നത്, അങ്ങനെ ഡൗട്ട് ഉള്ളവരുണ്ടാവും. അയാൾ അപ്പുറത്തെ വീട്ടിൽ നിങ്ങൾ അങ്കിൾ എന്ന് വിളിച്ചോ, പക്ഷെ അവിടെ എന്ത് വരുന്നില്ല, റിലേഷൻ വരുന്നില്ല. നമ്മൾ അങ്കിളിനെ പോലെ കണ്ടു വിളിക്കുന്നു എന്നേ ഉള്ളൂ, അല്ലെ? ഒരു കൊച്ചു പെമ്പിള്ളേരൊക്കെ വന്ന് നമ്മളെ പ്രായമുള്ള ഇത്തിരി 10-27 വയസ്സുള്ള ചെറുക്കിലേക്ക് അങ്കിൾ എന്ന് വിളിച്ചാൽ അവന് ഷോക്കാവുന്ന കാര്യം എന്താ? അങ്കിളിനെ പോലെ തോന്നിയിട്ടാണ് അവരങ്ങനെ വിളിച്ചതെന്നായിരിക്കും. സെറ്റായോ? അപ്പൊ ആ റിലേഷൻ ഓർക്കാം. റിലേഷൻ പറയുമ്പോഴും നമ്മൾ വെറുതെ അങ്കിൾ എന്ന് വിളിക്കുന്നത് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഇനി മൂന്നാമത്തേലേക്ക് നോക്ക്. അച്ഛന്റെയോ അമ്മയുടെയോ സഹോദരി, അച്ഛന്റെയോ അമ്മയുടെയോ സിസ്റ്റർ. നമ്മുടെ അച്ഛന്റെ സിസ്റ്റർ നമുക്കാരാ? അച്ഛന്റെ സിസ്റ്റർ നമുക്കാരാ? എടാ പൊതുവെ അച്ഛന്റെ സിസ്റ്റർ നമ്മൾ എന്താ വിളിക്കുക? ആന്റി എന്ന് വിളിക്കും. ആന്റി എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ആന്റി എന്ന് അങ്ങനെ പറയില്ല, പൊതുവെ നമ്മൾ ഓണ്ട് എന്നൊരു ടേം വെച്ചിട്ടാ പറയാ. എന്താ പറയാ? ഓണ്ട് എന്ന് പറഞ്ഞൊരു ടേം വെച്ചിട്ടാ പറയാ. അല്ലെങ്കിൽ നിങ്ങളിപ്പോ കുറെ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അച്ഛന്റെ പെങ്ങളെ എന്താ വിളിക്കുക? അച്ഛന്റെ പെങ്ങളെ അല്ലെങ്കിൽ അമ്മയുടെ അച്ഛന്റെ പെങ്ങളെ പൊതുവെ വിളിക്കുന്നത് എന്താ? അച്ഛന്റെ പെങ്ങളെ നമ്മൾ അപ്പ എന്ന് വിളിക്കാറുണ്ട്, അപ്പച്ചി എന്ന് വിളിക്കാറുണ്ട്. കുറെ, എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ അമ്മായി എന്നൊരു ടേം യൂസ് ചെയ്യാറുണ്ട്. ചില സ്ഥലങ്ങളിൽ അമ്മായി എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ? നമുക്ക് അത് ഒരു ഭാഗ്യമുണ്ട്, ഇംഗ്ലീഷിലായതുകൊണ്ട് ഒരു ലക്ക് ഉണ്ട്. കാര്യം എന്താന്ന് വെച്ചാലേ, ഇവിടെ മലയാളത്തിൽ പഠിച്ച കുറെ പ്രശ്നമുണ്ട്. നമ്മൾ പൊതുവെ അമ്മായി എന്നൊരു ടേം പറയുന്നത് നമ്മുടെ മാമന്റെ വൈഫിനെ പറ്റിയാണ്. മാമന്റെ വൈഫിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അമ്മയുടെ ബ്രദറിന്റെ വൈഫിനെയാണ് നമ്മൾ അമ്മായി എന്ന് പറയാം. എന്നാൽ അമ്മായി എന്ന് പറഞ്ഞാൽ അച്ഛന്റെ പെങ്ങളെയും വിളിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെ കൺഫ്യൂഷൻ വരും. പക്ഷെ നമുക്ക് അവരൊക്കെ എന്താ, നമ്മുടെ എക്സാം ഇംഗ്ലീഷിലായതുകൊണ്ട് നമുക്ക് അവരെല്ലാം എന്താണ്, ആന്റി ആണ്. ആന്റിക്ക് എന്ത് പറയാം? ഓണ്ട് എന്ന് പറയാം കേട്ടോ. ആന്റി എന്ന് ചിലപ്പോൾ യൂസ് ചെയ്യാറില്ല. എന്താ പറയാറുള്ളത്? ഓണ്ട് എന്ന് പറയാം. അങ്കിളും ഓണ്ട്. സെറ്റ് അല്ലേ? അപ്പൊ അച്ഛന്റെയോ അമ്മയുടെ ബ്രദർ ആണെങ്കിൽ അയാൾ നിങ്ങൾക്ക് അങ്കിളാണ്. അവർ അച്ഛന്റെയോ അമ്മയുടെ സിസ്റ്റർ ആണെങ്കിൽ അവർ നമുക്ക് ആരാണ്? നമ്മുടെ ഓണ്ടാണ്. നമ്മുടെ ആരാണ്? ഓണ്ടാണ്. സെറ്റ് അല്ലേ? ഇനി അച്ഛന്റെയോ അമ്മയുടെയോ ഫാദർ. എന്റെ അച്ഛന്റെ അച്ഛൻ, എന്റെ അച്ഛന്റെ അച്ഛൻ, എന്റെ എന്താ വല്യപ്പച്ചൻ, അല്ലെ? എന്റെ വല്യപ്പച്ചൻ, അല്ലെങ്കിൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ എന്ത് പറയും? അപ്പൂപ്പൻ എന്ന് പറയും. അപ്പൂപ്പൻ എന്ന് പറയും, അല്ലെ? നമ്മുടെ മുത്തശ്ശൻ അങ്ങനെ പറയുന്നവരുണ്ട്. മുത്തശ്ശൻ, അപ്പൂപ്പൻ, എത്നിക് കുറെ മലയാളം വീടുകളൊക്കെ ഉണ്ടല്ലോ, വല്യപ്പച്ചൻ അങ്ങനെയൊക്കെ വിളിക്കുന്ന സംഭവം. അപ്പൊ നമ്മുടെ അച്ഛന്റെയോ അമ്മയുടെയോ അച്ഛനാണെങ്കിൽ അവിടെയും ചിലർക്ക് ഒരു കൺഫ്യൂഷൻ വരും. നിങ്ങൾ അച്ഛന്റെ അച്ഛനെ ഇത് വിളിക്കും, പക്ഷെ അമ്മയുടെ അച്ഛനെ ഞാൻ അമ്മാച്ചൻ എന്നാ വിളിക്കുന്നത്, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. എടാ അതൊന്നും വേണ്ട കേട്ടോ, ഇംഗ്ലീഷ് ഒറ്റ പേര് വിളിച്ചാൽ മതി. അച്ഛന്റെ അച്ഛൻ ആയിക്കോട്ടെ, അമ്മയുടെ ഫാദർ ആയിക്കോട്ടെ, അയാൾ നമുക്ക് ആരാ? നമ്മുടെ ഗ്രാൻഡ് ഫാദർ ആയിരിക്കും. അയാൾ ആരാണ്? നമുക്ക് ഗ്രാൻഡ് ഫാദർ ആയിരിക്കും. അപ്പൊ അച്ഛന്റെയോ അമ്മയുടെയോ അച്ഛൻ നമുക്ക് ആരാണ്? ഗ്രാൻഡ് ഫാദർ ആണ്. അച്ഛന്റെയോ അമ്മയുടെയോ അച്ഛൻ എന്ന് പറയുന്നത് നമുക്ക് ആരായിരിക്കും? ഗ്രാൻഡ് ഫാദർ ആയിരിക്കും. സെറ്റ് അല്ലേ? ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. അച്ഛന്റെയോ അമ്മയുടെയോ അമ്മ, നമ്മുടെ അച്ഛന്റെ അമ്മ, നമ്മുടെ അച്ഛന്റെ അമ്മ. ഓക്കെ, നമ്മുടെ അമ്മയുടെ അമ്മ, വല്യമ്മച്ചി എന്നൊക്കെ വിളിക്കുന്ന കൺസെപ്റ്റ് അല്ലെ? നമ്മുടെ അച്ഛന്റെ അമ്മയായാലും നമ്മുടെ അമ്മയുടെ അമ്മയായാലും അവര് നമുക്ക് ആരാണ്? രണ്ടുപേരുടെ അമ്മയായാലും അവർക്ക് നമുക്ക് കോമൺ ആയിട്ട് എന്ത് വിളിക്കാം? ഗ്രാൻഡ് മദർ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ഗ്രാൻഡ് മദർ എന്ന് വിളിക്കാം. അപ്പൊ അച്ഛന്റെയോ അമ്മയുടെയോ മകൻ നമുക്കാരാ? നമ്മുടെ ബ്രദർ. അച്ഛന്റെ അമ്മയുടെ മകള് നമുക്കാരാ? നമ്മുടെ സിസ്റ്റർ. അച്ഛന്റെ അമ്മയുടെ ബ്രദർ നമുക്കാരാ? അങ്കിള്. അച്ഛന്റെ അമ്മയുടെ സിസ്റ്റർ നമുക്കാരാ? ആന്റി അല്ലെങ്കിൽ ഓണ്ട്. അതുപോലെ അച്ഛന്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മയുടെ അച്ഛൻ നമുക്കാരാ? ഗ്രാൻഡ് ഫാദർ. അടുത്തത് നമ്മുടെ BA മലയാളമൊക്കെ പഠിച്ചിട്ടുള്ള കുറെ പേരുണ്ടെങ്കിൽ അവർക്കൊക്കെ ചെറിയ അച്ഛന്റെ അച്ഛൻ അതല്ല വിളിക്കുന്നേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എടാ ഇംഗ്ലീഷിലെ കാര്യം നമ്മൾ പഠിക്കണം കേട്ടോ.
മലയാളം നന്നായിട്ട് അറിയുന്ന ആളുകൾ ഉണ്ടാവും, മലയാളത്തിലെ ഗ്രാമറും അതൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ചിലപ്പോ മലയാളം ഇംഗ്ലീഷ് മെയിൻ ഒക്കെ എടുത്ത് മലയാളം പഠിച്ച ആളുകൾക്കൊക്കെ അച്ഛൻ്റെ അച്ഛൻ പിതാമകൻ എന്നൊക്കെ പറഞ്ഞ് കുറെ കൺസെപ്റ്റ് ഒക്കെ അതൊക്കെ ഉണ്ട്. അങ്ങനെ ഒന്നും പോലെ നമ്മൾ ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ, നമ്മൾ ഇംഗ്ലീഷിലുള്ള ടേം മാത്രമേ പഠിക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെയുള്ളവർ നിങ്ങൾ ആ ടേം മനസ്സിൽ വിചാരിച്ചിട്ട് ഇതിന്റെ ഇംഗ്ലീഷ് ഇതാണ് എന്ന് വിചാരിച്ചങ്ങ് പഠിച്ചേക്കാം. ഓക്കെ, അടുത്തത് എന്താ ചോദിക്കണേ? മകന്റെ ഭാര്യ. മകന്റെ ഭാര്യ, ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു മോനുണ്ട്, അവൻ കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചെന്റെ ആരാ? നമ്മളിങ്ങനെ പറയും അവൾ എനിക്ക് മോളെ പോലെയാണ്, എന്റെ മോള് തന്നെയാണെന്നൊക്കെ പറയും അല്ലെ. അപ്പൊ മകന്റെ ചിലത് പറയട്ടില്ല, എന്റെ മകന്റെ ഭാര്യ അവന്റെ ഞാൻ കണ്ടിട്ടില്ല, അവളെ മോളെ പോലെ കണ്ടത്. മോളെ പോലെ കണ്ടു, മോളെന്ന് വിളിച്ചു എന്ന് കരുതി അത് മോളാണോ? അല്ല, അല്ലേ? നമ്മുടെ മോന്റെ ഭാര്യനെ നമ്മുടെ മോളെ പോലെയാണ് കാണുന്നത്, മോള് തന്നെയാണ്, അല്ലെങ്കിൽ മോളെന്നാണ് വിളിക്കുന്നതെന്ന് കരുതി അവള് മോളുടെ സ്ഥാനത്ത് വരുന്നുണ്ടോ? അവള് മോളുടെ സ്ഥാനത്ത് വരുന്നില്ല. കറക്റ്റ് ആണ്. അവൾ എന്താണ്? മരുമകളുടെ സ്ഥാനത്താണ് വരുന്നത്. മരുമകൾ എന്നുള്ള ടൈമിൽ നമ്മൾ ഇംഗ്ലീഷ് എന്ത് വിളിക്കും? ആ ഡോട്ടർ ഇൻ ലോ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഡോട്ടർ ഇൻ ലോ എന്ന് വിളിക്കും. അപ്പൊ നമ്മുടെ എന്താ പറയാ, നമ്മുടെ മകന്റെ ഭാര്യ, എന്റെ മോന് കല്യാണം കഴിച്ചാൽ അവൾ എനിക്ക് ആരാണ്? മോളെപ്പോലെ ആണെങ്കിലും ടെക്നിക്കലി അവൾ ആരാണ്? ആ മരുമകൾ അല്ലെങ്കിൽ ഡോട്ടർ ഇൻ ലോ ആണ്. അടുത്ത നോക്കിയേ, മകളുടെ ഭർത്താവ്. എന്റെ മകളുടെ ഭർത്താവ്, എനിക്കൊരു മോളുണ്ട്, അവളുടെ ഭർത്താവ്. ഞാൻ പറയും അവൻ എനിക്ക് മോൻ തന്നെയാണ്, എന്റെ പിറക്കാതെ പോയ മോനാണല്ലോ, എന്റെ മോനാണെന്നൊക്കെ പറഞ്ഞു. ടെക്നിക്കലി മോൻ എന്ന് വിളിക്കുകയും ചെയ്താലും അവൻ ടെക്നിക്കലി മോനാണോ? അല്ല. അവരെ അല്ലെങ്കിൽ റിലേഷൻ പറയുമ്പോൾ എന്റെ മോനോ എന്ന് പറഞ്ഞ് പരിചയപ്പെടുമ്പോൾ നിനക്ക് മോനോ, നിനക്കാകെ ഒരു മോളല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ പറയില്ലേ അല്ല മോനെ പോലെ മകളുടെ ഭർത്താവ്, അങ്ങനെ തിരുത്തി പറയേണ്ടി വരത്തില്ലേ? റിലേഷൻ പറയുമ്പോൾ വ്യക്തമായിട്ട് തന്നെ പറയേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ മകളുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അവനെ മോനെ പോലെ ആണെങ്കിലും സൺ എന്ന ടൈം വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇംഗ്ലീഷ് നമുക്ക് അങ്ങനെ പറയും ഇതെന്റെ സൺ ആണെന്ന് പറയാൻ പറ്റുമോ? അല്ല. പകരം എന്താണ്? അത് പറഞ്ഞ വേറെയൊക്കെ ആയിപ്പോ അല്ലെ. പകരം എന്ത് വിളിക്കണം അവരെ? സണ്ണില്ലോ എന്ന് വിളിക്കണം. എന്ത് വിളിക്കണം? സണ്ണില്ലോ എന്ന് വിളിക്കണം. സെറ്റ് അല്ലേ? സണ്ണില്ലോ. അങ്ങനെ കണ്ടോ? മോനെ പോലെ കണ്ടോ, മോളെ പോലെ കണ്ടോ? പക്ഷെ നമ്മുടെ റിലേഷൻ പറയുമ്പോൾ അവിടെ മോനെ മോളെ എന്നൊന്നും വിളിച്ചേക്കരുത്. പകരം എന്ത് വിളിക്കണം? ഇതെന്റെ മരുമകൾ, അല്ലെങ്കിൽ ഇതെന്റെ ഡോട്ടറില്ലോ, ഇതെന്റെ സണ്ണില്ലോ, അങ്ങനെ തന്നെ എന്ത് ചെയ്യേണ്ടി വരും? പറയേണ്ടി വരും. ഓക്കെ അല്ലെ? അടുത്തത് ഭാര്യയുടെ സഹോദരൻ. ഭാര്യയുടെ സഹോദരൻ, എന്റെ വൈഫിന്റെ ബ്രദർ. ഓക്കെ, എന്റെ വൈഫിന്റെ ബ്രദർ എനിക്ക് ആരായിരിക്കും? കേട്ടില്ലേ? ആ അളിയ, അത് തന്നെ അളിയൻ അല്ലെ. നമ്മുടെ വൈഫിന്റെ ബ്രദർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരാ? നമ്മൾ അളിയനായിരിക്കും അല്ലെ. അളിയൻ ഇംഗ്ലീഷ് എന്ത് വിളിക്കും? ഒന്നുമില്ല, ബ്രദർ ഇൻ ലോ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ബ്രദർ ഇൻ ലോ. അളിയൻ എന്റെ സഹോദരനല്ലേ, സഹോദരൻ നിയമത്താൽ കിട്ടിയ ഒരു സഹോദരനല്ലേ, അതാണ് ബ്രദർ ഇൻ ലോ. എടാ അവിടെ തന്നെ നിങ്ങൾ അടുത്തതിലേക്ക് നോക്കിയടാ, അടുത്തതിലോട്ട് ബാക്കിൽ, അല്ലെങ്കിൽ അത് വരുമ്പോ പറയാം. അടുത്തത് ഓട്ടി തന്നെ പോവാം. അടുത്തത് ഭർത്താവിന്റെ സഹോദരി. ഭർത്താവിന്റെ സഹോദരി, ഒരു ഹസ്ബൻഡ് ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ഒരു ഹസ്ബൻഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഹസ്ബൻഡിന്റെ സിസ്റ്ററും, നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട ഒരു കഥാപാത്രമായിരിക്കും ഹസ്ബൻഡിന്റെ സിസ്റ്ററും ഹസ്ബൻഡിന്റെ അമ്മയും. പൊതുവെ അങ്ങനെയാണല്ലോ നമ്മള്, പൊതുവെ എല്ലാവരുടെ ഇതാണല്ലോ, ഒരു വില്ലൻ ക്യാരക്ടേഴ്സ് ആയിട്ട് കൊടുക്കുന്ന രണ്ടുപേരാണ്. ഒന്ന് ഹസ്ബൻഡിന്റെ അമ്മ, ഹസ്ബൻഡിന്റെ സിസ്റ്റർ. നമ്മൾ എന്ത് വിളിക്കും? സ്നേഹത്തോടെ എന്ത് വിളിക്കും? നാത്തൂൻ എന്നൊക്കെ വിളിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതിന് ഇംഗ്ലീഷ് എന്താ വിളിക്കുക? ആ സിസ്റ്റർ ഇൻ ലോ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? സിസ്റ്റർ ഇൻ ലോ. നമ്മുടെ ഹസ്ബൻഡിന്റെ സിസ്റ്റർ നമുക്ക് ആരാ? ഹസ്ബൻഡിന്റെ സിസ്റ്റർ നമ്മളെ ചേച്ചി, ചേട്ടൻ എന്ത് വിളിച്ചാലും അവള് ശരിക്കും ആരാ? നമ്മുടെ എന്താ സിസ്റ്റർ ഇൻ ലോ മാത്രമാണ്, സിസ്റ്റർ അല്ല. മനസ്സിലായോ? സിസ്റ്ററിനെ പോലെ കണ്ടോ, പക്ഷെ അവള് ശരിക്കും ആരാ? സിസ്റ്റർ ഇൻ ലോ തന്നെയാണ്. സെറ്റ് അല്ലേ? അപ്പൊ നമ്മുടെ ഹസ്ബൻഡിന്റെ സിസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് ആരാണ്? നമുക്ക് സിസ്റ്റർ ഇൻ ലോ ആണ്. അടുത്തത് മകന്റെയോ മകളുടെയോ മകൻ. ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു മോനുണ്ട്, അവൻ കല്യാണം കഴിച്ചു. അപ്പൊ നമ്മൾ കുറെ റിലേഷൻ പറഞ്ഞല്ലേ. എനിക്കൊരു മോനുണ്ട്, അതെന്റെ സണ്ണാണ്. അവനൊരു കല്യാണം കഴിച്ച, ആ കല്യാണം കഴിച്ച കൊച്ചെന്റെ ആരാ? അവൾ എന്റെ ഡോട്ടർ ഇൻ ലോ ആണ് അല്ലെ, എന്റെ ഡോട്ടർ ഇൻ ലോ അല്ലെങ്കിൽ മരുമകളാണ്. അപ്പൊ ഇവർക്കൊരു കൊച്ചുണ്ടായ ആ കൊച്ചെന്റെ ആരാ? എന്റെ കൊച്ചുമോനാണല്ലേ. അവനൊരു ആൺകൊച്ചുണ്ടായാൽ അവൻ എന്റെ കൊച്ചുമോനാണ്. അവന് എന്റെ കൊച്ചുമോൻ, എന്റെ കൊച്ചുമക്കളിൽ പെടുന്നുണ്ടെങ്കിൽ ആ കൊച്ചുമോനെ ഞാൻ എന്ത് ടൈമിൽ വിളിക്കും? എന്ത് വിളിക്കും? ആ പൊന്നെ മുത്ത് അങ്ങനെ ഒന്നും വിളിക്കണ്ട. എന്ത് വിളിക്കണം? അവനെ നമ്മൾ എന്ത് വിളിക്കണം? ഗ്രാൻഡ് സൺ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഗ്രാൻഡ് സൺ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഗ്രാൻഡ് സൺ. അപ്പൊ നമ്മുടെ മകന്റെ മാത്രമല്ല കേട്ടോ, ഈ മകൾ ഉണ്ടെന്ന് വിചാരിക്കാം, അവൾക്കും കൊച്ചുണ്ടായാൽ അവിടെ കൊച്ചു ആരാ? എനിക്ക് എന്റെ കൊച്ചുമോൻ തന്നെയല്ലേ. അവളുടെ കൊച്ചു എനിക്ക് എന്താണ്? എന്റെ ഗ്രാൻഡ് സൺ തന്നെയാണ്. സെറ്റല്ലേ? മകനാണ് ഗ്രാൻഡ് സൺ. ഇനി അവളെ മകളാണ് ഉണ്ടായെന്ന് വിചാരിക്കുക, എന്റെ മോൻ ഉണ്ടായത് ഒരു മോളുണ്ടായി, എന്റെ മോന് ഒരു പെങ്കൊച്ചാണ് ഉണ്ടായെന്ന് വിചാരിക്കാം. അല്ല എന്റെ മോൾക്ക് ഒരു പെങ്കൊച്ചായി ഉണ്ടായെന്ന് വിചാരിക്കാം, പെങ്കൊച്ചായി ഉണ്ടായത്. അവളെ എനിക്ക് എന്ത് വിളിക്കാം? അവളെന്താ? നമ്മുടെ എന്താ കുട്ടി തന്നെയാണ്, അല്ലെങ്കിൽ കൊച്ചുമോള് തന്നെയാണ്. കൊച്ചുമോൾ എന്നാ പറയാ അല്ലെ, കൊച്ചുമോള് അല്ലെങ്കിൽ കൊച്ചുമകൾ എന്നാ പറയാ. അവിടെ ഇംഗ്ലീഷ് എന്ത് വിളിക്കും? എന്താ വിളിക്കുക? ഗ്രാൻഡ് ഡോട്ടർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഗ്രാൻഡ് ഡോട്ടർ. അത്ര റിലേഷൻ സെറ്റ് അല്ലേ? സെറ്റ് ആണല്ലോ.
അപ്പോ മകന്റെ കുഞ്ഞ് അല്ലെങ്കിൽ മകന്റെ മോൻ അല്ലെങ്കിൽ മകളുടെ മോൻ, സൺ ഓഫ് സൺ എന്ന് പറയാം. സണ്ണിന്റെ സണ്ണ് അല്ലെങ്കിൽ ഡോട്ടറിന്റെ സണ്ണിനെ നമ്മൾ എന്താ വിളിക്കുക? ഗ്രാൻഡ് സണ്ണ്. സണ്ണിന്റെ ഡോട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഡോട്ടറുടെ ഡോട്ടറിനെ നമ്മൾ എന്താ വിളിക്കുക? ഗ്രാൻഡ് ഡോട്ടർ. ഓക്കെ അല്ലേ? അടുത്തത് സഹോദരന്റെയോ സഹോദരിയുടെയോ പുത്രൻ. സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ഇപ്പൊ എനിക്കൊരു പെങ്ങളുണ്ട്, എന്റെ പെങ്ങടെ മോൻ എനിക്ക് ആരാ? പെങ്ങടെ മോൻ എനിക്ക്, അവന് ഞാൻ ആരാ? നമ്മുടെ പെങ്ങടെ മോന് നമ്മൾ ആരാ? അവൻ നമ്മളെ വിളിക്കുന്നത് എന്തായിരിക്കും? അങ്കിൾ എന്നായിരിക്കും വിളിക്കുക, അല്ലെങ്കിൽ മാമൻ അല്ലെങ്കിൽ അങ്കിൾ എന്നായിരിക്കും വിളിക്കുക. അപ്പൊ എന്നെ അങ്കിൾ എന്ന് വിളിക്കുമ്പോ എനിക്ക് അവൻ ആരാ? എനിക്ക് അവനൊക്കെ അങ്കിൾ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. അവൻ എനിക്ക് ആരാ? നമ്മൾ മലയാളത്തിൽ എന്താ പറയാ? അനന്തരവനാന്ന് പറയല്ലേ, എന്റെ അനന്തരവൻ, അങ്ങനെയൊക്കെ അങ്ങനെ എന്തോ വിളിക്കാം അല്ലെ? പെങ്ങടെ മോനെ അങ്ങനെ വിളിക്കാം. ഇവിടെ എന്താ ഉപയോഗിക്കുന്ന വേർഡ്? അതെ, മലയാളത്തിൽ അനന്തരവൻ അത് ഉപയോഗിച്ചേക്കുന്നത്. എടാ പെങ്ങടെ മോൻ അല്ലെങ്കിൽ നമ്മുടെ ബ്രദറിന്റെ സണ്ണ്. ഇപ്പൊ എനിക്കൊരു ചേട്ടനുണ്ട്, എന്റെ ചേട്ടന്റെ മോൻ അല്ലെങ്കിൽ എന്റെ ചേച്ചിയുടെ മോൻ അല്ലെങ്കിൽ എന്റെ അനിയന്റെ മോൻ അല്ലെങ്കിൽ എന്റെ അനിയത്തി എന്റെ സിസ്റ്ററിന്റെ മോൻ, അവരൊക്കെ എന്താണ് കോമൺ ആയിട്ട് മോനാണെങ്കിൽ സണ്ണാണെങ്കിൽ അവരെന്ത് വിളിക്കും? നെഫ്യൂ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? നെഫ്യൂ എന്ന് വിളിക്കും. പെങ്ങളെ കുറിപ്പില്ലേ, പെങ്ങളെ കുറിപ്പിന് നമ്മൾ പെങ്ങളെ കുറിപ്പ് ആങ്കൊച്ചാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? നെഫ്യൂ എന്ന് വിളിക്കും. അങ്ങനെ നമ്മൾ അങ്ങനെ പൊതുവെ അങ്ങനെ വരെ പറയാം, പെങ്ങളെ കുരിപ്പ്, ഇതെന്റെ പെങ്ങളെ കുരിപ്പ് എന്നേ പറയുള്ളൂ. ഇനിയിപ്പോ പെങ്ങളെ കുരിപ്പ് ആങ്കൊച്ചാണ്, അവനെ എന്ത് വിളിക്കണം? നെഫ്യൂ എന്ന് വിളിക്കണം. ഇനി തിരിച്ചു നോക്ക്, സഹോദരന്റെയോ സഹോദരിയുടെയോ മകൾ, അതായത് പെങ്ങളുടെ കുരിപ്പ് പെങ്കൊച്ചാണെന്ന് വിചാരിക്കാം, അല്ലെ നമ്മുടെ ബ്രദർ ഉണ്ട്, നമ്മുടെ ചേട്ടന്റെ കൊച്ച് പെങ്കൊച്ചാന്ന് വിളിക്കാം, അവനെ കയറി നെഫ്യൂ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ എന്ത് വിളിക്കണം? നീസേ എന്ന് വിളിക്കണം. എന്ത് വിളിക്കണം? നീസ് എന്ന് വിളിക്കണം. അപ്പൊ ഇതെന്റെ നീസ് ആണെന്ന് പറയണം. അപ്പോ പെങ്ങളുടെ മോനെ കയ്യിലെടുത്തിട്ട് ആരെങ്കിലും ചോദിച്ചത് ആരാന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഇതെന്റെ നെഫ്യൂ എന്ന് പറഞ്ഞേക്കണം. പെങ്ങളുടെ മോളെ കയ്യിലെടുത്ത് വെച്ചിട്ട് ആരാന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഇതെന്റെ നീസാന്ന് പറയണം. നമ്മുടെ ചേട്ടന്റെ അല്ലെങ്കിൽ അനിയന്റെ മകനെടുത്ത് കൈ വെച്ച് നോക്കുമ്പോ ചോദിക്കട്ടെ ഇത് ആരാന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഇതെന്റെ നെഫ്യൂ. മോളെയാണ് കൈ വെക്കുന്നെങ്കിൽ എന്ത് പറയും? ഇതെന്റെ നീസ് എന്ന് പറയും. സെറ്റ് അല്ലേ? എടാ റിലേഷൻ എല്ലാം കൂടെ കൊളാക്കല്ലേ? ഈ റിലേഷൻ വ്യക്തമായിട്ട് പഠിച്ചാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറെ കാലം വരുന്ന സമയത്ത് നിങ്ങളിപ്പോ കണക്ട് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ തന്നെ ഓർക്കാം. റിലേഷൻ പഠിക്കാൻ ഏറ്റവും ബെറ്റർ തന്നെ നമ്മുടെ റിലേഷൻ ഓർക്കാം. ബ്രദർ എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രദർ ഉണ്ടെങ്കിൽ ഓർക്കാം. സ്വന്തമായിട്ട് ബ്രദർ ഇല്ലെങ്കിൽ എന്താ പറയാ, റിലേഷനിലെങ്കിലും ഒരു ബ്രദർ ഉണ്ടായിരിക്കില്ല. അങ്ങനെയെങ്കിലും ഓർത്ത് വെച്ചു. അടുത്തത് സഹോദരിയുടെ ഭർത്താവ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ വൈഫിന്റെ ബ്രദർ എനിക്കാരാ? എന്റെ വൈഫിന്റെ ബ്രദർ എനിക്കാരാ? അളിയൻ അല്ലെ? അളിയൻ അല്ലെങ്കിൽ ബ്രദർ ഇല്ലോ. അതേ റിലേഷൻ തന്നെ അല്ലേ എന്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡും ഞാനും തമ്മിലുള്ളത്. നമ്മുടെ പെങ്ങളുടെ ഹസ്ബൻഡ് നമ്മൾ എന്താ വിളിക്കുക? പെങ്ങളെ കിട്ട ശ്രീധരൻ തരുമോ അളിയ അല്ലെ? അങ്ങനെയല്ലേ വിളിക്കണേ. അപ്പൊ എന്താ പെങ്ങളെ ഹസ്ബൻഡ് നമ്മൾ വിളിക്കുന്നത് എന്താ? ബ്രദർ ഇല്ലോ അല്ലെങ്കിൽ അളിയൻ എന്നല്ലേ വിളിക്കുക. ആ സിനിമയിൽ കണ്ടിട്ടില്ലേ, സലീംകുമാറിന് ദിലീപ് വിളിക്കുന്നത് എന്താ? അളിയ എന്നല്ലേ വിളിക്കണേ. അത്രയില്ല. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ സഹോദരിയുടെ ഭർത്താവായാലും സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ആയാലും അവർ നമുക്ക് ആരാണ്? ബ്രദർ ഇൻ ലോ ആണ്. സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ആയാലും അവരാരാ? ബ്രദർ ഇൻ ലോ ആണ്. അപ്പൊ നമ്മുടെ വൈഫിന്റെ ബ്രദർ ആയാലും നമ്മുടെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ആയാലും നമുക്ക് ആരാണ്? നമുക്ക് അളിയനാണ് അല്ലെങ്കിൽ നമുക്ക് ബ്രദർ ഇൻ ലോ ആണ്. അടുത്തത് സഹോദരന്റെ ഭാര്യ. ഇപ്പൊ എനിക്കൊരു ചേട്ടനുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു അനിയനുണ്ട്. ഓക്കെ, അവൻ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ച് എനിക്ക് അനിയത്തിയാണ് എന്ന് ഞാൻ പറഞ്ഞാലും ടെക്നിക്കലി അവൾ എന്റെ അനിയത്തിയാണോ അല്ലെങ്കിൽ എന്റെ സിസ്റ്റർ ആണോ? അല്ല. അതുപോലെ ആ ചേട്ടന്റെ വൈഫിനെ ഞാൻ ചേട്ടത്തി എന്നൊക്കെ വിളിക്കുന്നെങ്കിലും ചേച്ചീനെ വിളിച്ചു എന്ന് വിചാരിക്കുക. ചേച്ചീനെ വിളിച്ചാലും ടെക്നിക്കലി അവൾ എന്റെ സിസ്റ്റർ അല്ല. ചേച്ചി എന്റെ സിസ്റ്റർ ആണോ? അല്ല. ചേട്ടൻ വഴിയുള്ള ചേട്ടന്റെ വൈഫുള്ള റിലേഷൻ, അതുപോലെ അനിയന്റെ വൈഫ് എന്നുള്ള റിലേഷനേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അവരെ എന്ത് വിളിക്കും? സിസ്റ്റർ ഇൻ ലോ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? സിസ്റ്റർ ഇൻ ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ ഫേവറേറ്റ് പെൺകുട്ടികളുടെ 2 ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ആണ് ഈ പറയുന്ന സിസ്റ്റർ ഇൻ ലോയും അതുപോലെ തന്നെ മദർ ഇൻ ലോയും. അല്ലെ? നമ്മുടെ ഹസ്ബൻഡിന്റെ അമ്മ മദർ ഇൻ ലോ, അങ്ങനെ പറയാമല്ലോ. അതുപോലെ സിസ്റ്റർ ഇൻ ലോ എന്ന് പറഞ്ഞ ഹസ്ബൻഡിന്റെ ഹസ്ബൻഡിന്റെ സിസ്റ്റർ ആയിക്കോട്ടെ, നമ്മുടെ ബ്രദറിന്റെ അതുപോലെ തന്നെ വൈഫ് ആയിക്കോട്ടെ, ഹസ്ബൻഡിന്റെ സിസ്റ്ററിനെ വിളിക്കാം. അതുപോലെ ബ്രദറിന്റെ വൈഫിനെയൊക്കെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഹസ്ബൻഡിന്റെ സിസ്റ്റർ അല്ലെങ്കിൽ സഹോദരന്റെ ഭാര്യനെയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? സിസ്റ്റർ ഇൻ ലോ എന്ന് വിളിക്കാൻ പറ്റും. അടുത്തത് ഭർത്താവിന്റെയോ ഭാര്യയുടെയോ അച്ഛൻ. എന്റെ വൈഫിന്റെ അച്ഛൻ എനിക്കാറാം? അമ്മായി അച്ഛൻ അല്ലെ? അമ്മായി അച്ഛൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പൊതുവെ പാവ കഥാപാത്രങ്ങളാണ്. പൊതുവെ അങ്ങനെയാണല്ലോ, സീരിയലിലും അങ്ങനെയൊക്കെ അല്ലേ നമുക്ക് കണ്ടു ശീലല്ലേ. അമ്മായി അച്ഛൻ കഥാപാത്രങ്ങൾ പൊതുവെ ഇത്തിരി ഇതായിരിക്കും. വില്ലത്തി എപ്പോഴും ആരായിരിക്കും? അമ്മായിമ്മ കഥാപാത്രങ്ങൾ അല്ലെ? അപ്പൊ ഓർത്താൽ മതി. അപ്പൊ ഭർത്താവിന്റെയോ ഭാര്യയുടെ അച്ഛൻ ആരാ? അമ്മായി അച്ഛൻ അല്ലെങ്കിൽ ഫാദർ ഇൻ ലോ അല്ലെ? ഒരു പെണ്ണിനെ സംബന്ധിച്ചോളം അവിടെ ഹസ്ബൻഡിന്റെ അച്ഛൻ അവർക്ക് ഫാദർ ഇൻ ലോ ആയിരിക്കും. ഒരാണിനെ സംബന്ധിച്ചോളം അവിടെ വൈഫിന്റെ അച്ഛൻ അവന്റെ വൈഫിന്റെ അച്ഛൻ അവർക്ക് എന്തായിരിക്കും? ഫാദർ ഇൻ ലോ ആയിരിക്കും. അടുത്തത് ഭർത്താവിന്റെയോ ഭാര്യയുടെയോ അമ്മ
നമ്മുടെ ഹസ്ബൻഡിന്റെ അമ്മ അല്ലെങ്കിൽ എന്റെ വൈഫിന്റെ അമ്മ. ഓക്കെ, നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിന്റെ അമ്മ ഉണ്ടെന്ന് വിചാരിക്കുക. രണ്ടുപേരെ നമ്മൾ ഒറ്റ ടൈമിൽ തന്നെ അല്ലേ പറയാ, എന്താ അമ്മായി അമ്മ എന്ന് പറയും അല്ലെ, അമ്മായി അമ്മ. ആ അമ്മായി അമ്മയ്ക്ക് ഇംഗ്ലീഷിൽ എന്താ പറയാ, ആ മദർ ഇൻ ലോ എന്ന് പറയും. എന്ത് വിളിക്കും, മദർ ഇൻ ലോ എന്ന് വിളിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി റിലേഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഇത്രയും റിലേഷൻസ് വരും. ഇനി അല്ലാതെ റിലേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ചോദിക്കുവാണ്, ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ് അമ്മയുടെ സിസ്റ്റർ, അച്ഛന്റെ അമ്മയുടെ സിസ്റ്റർ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു പൊതുവെ എന്ത് വിളിക്കും, ഓണ്ട് എന്ന് വിളിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചോദിച്ചോട്ടെ, എന്റെ അമ്മ എടുത്തു, എന്റെ അമ്മയ്ക്ക് ഒരു സിസ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കാം. എന്റെ അമ്മയ്ക്ക് ഒരു സിസ്റ്റർ ഉണ്ട്. ആ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് എനിക്ക് ആരായിരിക്കും? എന്റെ അമ്മയ്ക്ക് ഒരു സിസ്റ്റർ ഉണ്ട്, ആ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് എനിക്ക് ആരായിരിക്കും? നമ്മൾ എന്തൊക്കെ വിളിച്ചെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഒറ്റപ്പേര് വിളിച്ചാൽ മതി. എന്ത് വിളിച്ചാൽ മതി? ആ അങ്കിളെ എന്ന് വിളിച്ചാൽ മതി അല്ലെ. എന്ത് വിളിക്കുക, അങ്കിളെ നിങ്ങൾ വിളിക്കുക. മനസ്സിലായോ? സെറ്റായോ? എന്റെ അമ്മയുടെ ഒരു സിസ്റ്റർ ഉണ്ടെങ്കിൽ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് എനിക്കാരാ? അങ്കിളായിരിക്കും. സിസ്റ്റർ എനിക്കാരാ? ഓണ്ടായിരിക്കും. സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയും റിലേഷനും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിട്ട് പ്രോബ്ലംസ് ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് അടുത്തൊരു സെഷനിൽ ചെയ്യാം. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത സെഷനിൽ നമുക്ക് കാണാം. താങ്ക് യു.